വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികൾക്കുള്ളിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ നടിയാണ് ഷീലു എബ്രഹാം. എല്ലാ ചിത്രത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. വീപ്പിംഗ് ബോയ് എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ ചലച്ചിത്ര അരങ്ങേറ്റം. പിന്നീട് നിരവധി സിനിമകളിൽ നായികയായും മറ്റും അഭിനയിച്ച് ശ്രദ്ധ നേടാൻ താരത്തിന് ആയിട്ടുണ്ട്. 2013 മുതൽ സിനിമാ രംഗത്ത് സജീവമായ താരം ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളെയാണ് ഇതിനോടകം കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. സോളോ, പുതിയ നിയമം, പുത്തൻ പണം, കനൽ, ശുഭരാത്രി, ഷീ ടാക്സി, അൽ മല്ലു, സ്റ്റാർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഷീലു വേഷമിട്ടു. ജയറാം നായകനായ പട്ടാഭിരാമനടക്കം ചില സിനിമകളിൽ നായികയായും ഷീലു തകർത്തഭിനയിച്ചു. നടി എന്നതിലുപരി അബ മൂവീസ് എന്ന നിർമ്മാണ കമ്പനിയുടെ അമരക്കാരിൽ ഒരാൾ കൂടിയാണ് താരം. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ബാഡ് ബോയ്സ് ആണ് അബ മൂവീസിന്റെ നിർമ്മാണത്തിൽ അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം. ഇപ്പോഴിതാ ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഷീലു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന പേരിൽ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച് അടുത്തിടെ ഒരു യുവനടി ഒമർ ലുലുവിനെതിരെ കേസ് കൊടുത്തത് വലിയ ചർച്ചയായിരുന്നു. ഈ സംഭവം സിനിമയുടെ ചിത്രീകരണത്തെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയാണ് ഷീലു നൽകിയത്. ഒമറിന്റെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ടെന്നും തങ്ങൾ പക്ഷേ അതേപറ്റിയൊന്നും ബോധേഡല്ലെന്നും ഷീലു പറയുന്നു. ഒമർ ലുലുവിന്റെ പേരിൽ ആ ഇഷ്യൂ വരുന്നതിനും വളരെ മുൻപാണ് ബാഡ് ബോയ്സ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞങ്ങൾ തുടങ്ങിയത്. ഷൂട്ട് 25 ദിവസത്തോളം കഴിഞ്ഞപ്പോഴാണ് ഒമറിന്റെ പേരിൽ ആ കേസ് വന്നത്. അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ അതേപറ്റിയൊന്നും ബോധേഡല്ല. ഞാനും അദ്ദേഹവും വളരെ ഫ്രണ്ട്ലിയാണ്. കേസ് വന്ന സമയത്ത് ഒമറിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സിനിമയെ ബാധിക്കുമോ എന്ന തോന്നൽ വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെയൊരു കേസ് വന്നപ്പോൾ ആളുകൾ വളരെ രീതിയിൽ അറ്റാക്ക് ചെയ്തതായി കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മീറ്റൂവും സ്ത്രീകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതും എല്ലാം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വളരെ കോമൺ ആണ് എന്നതാണ്. അതുകൊണ്ട് ആളുകളും ലൈറ്റായി എടുത്തു തുടങ്ങിയതായി തോന്നി. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ നിരവധി ലോകത്ത് നടക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ ഇത്തരം ബന്ധങ്ങൾ ജനങ്ങൾ അറിയുന്നതല്ല, അറിയിക്കുന്നതാണ്. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പക പോക്കാനായോ മറ്റോ ആരെങ്കിലും ഒരാൾ എല്ലാം പുറത്തു പറയും. ഒരു ആവശ്യത്തിന് വേണ്ടിയും ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകരുത്. ആണുങ്ങൾക്ക് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവർ രക്ഷപ്പെട്ടു പോകും. പക്ഷേ സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കണം. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവരുടെ ഭാഗത്ത് ഒരു ശരി ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണാത്തത്? അവർ അങ്ങനെ പോകുന്നെങ്കിൽ സാഹചര്യം കൊണ്ടായിരിക്കാം. നമ്മൾ അതിനെ കുറ്റം പറയേണ്ട കാര്യം എന്താണ്? മനുഷ്യൻ ഇക്കാര്യങ്ങളെല്ലാം ഉള്ള വ്യക്തിയായാണ് ജനിക്കുന്നത്. എന്നാൽ ഒരാളുമായി ഒരുപാട് പ്രാവശ്യം ബന്ധം വെച്ച ശേഷം പിന്നീട് വന്ന് എന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്നവർക്കൊപ്പം ഞാൻ നിൽക്കില്ല. ലെറ്റ് ദം സഫർ, ലെറ്റ് ദം എൻജോയ്. അല്ലാതെ കുട്ടികളെയും വയസ്സായവരെയും ഒക്കെ ബലാത്സംഗം ചെയ്യുന്നവരെ അപ്പോൾ തന്നെ കൊല്ലണമെന്നാണ് നിലപാടെന്നും ഷീലു വ്യക്തമാക്കി. തങ്ങൾ നിർമ്മിക്കുന്ന സിനിമകളിൽ എല്ലാം ധ്യാനിനെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണവും ഷീലു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാഡ് ബോയ്സിലും ധ്യാൻ അഭിനയിക്കുന്നുണ്ട്. ധ്യാൻ ഞങ്ങളുടെ വരാനിരിക്കുന്ന 3 പടത്തിലും അഭിനയിക്കുന്നുണ്ട്. അവൻ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. എല്ലാ പടത്തിലേക്കും ധ്യാനിനെ വിളിക്കാനുള്ള ഒരു കാരണം ധ്യാൻ ഭയങ്കര പാവമാണ്. ജാടയൊന്നുമില്ല. നമ്മൾ വിളിച്ചാൽ നോ പറയാറുമില്ല. നമുക്കൊപ്പം നിൽക്കുന്നവരെയല്ലേ പരിഗണിക്കേണ്ടത്. നല്ലൊരു മനുഷ്യനാണ് ധ്യാൻ. ഞാൻ ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ്. കോക്കസും ഗ്രൂപ്പും ഒന്നും ഉണ്ടാക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്രിയ സത്യങ്ങളൊന്നുമില്ലെന്നും ഷീലു എബ്രഹാം പറയുന്നു.